സ്റ്റാർട്ടിങ് ഭയങ്കര സാഡും ട്രബിൾ ആയിട്ടുള്ളതും ലാസ്റ്റ് ഹാപ്പി എൻഡിങ് വരുന്ന ഒരു വർക്ക് സ്റ്റോറിയാണ് കേട്ടോ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ അസ്മാൽ ബദർ 8 സൈസ് വരുന്ന കാലിഗ്രഫി വർക്കാണ്. വർക്ക് നല്ല രീതിയിൽ പാക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ടൈം ഞാൻ കൊറിയർ അയച്ചതായിരുന്നു. ഐറ്റോടെ എത്തിയപ്പോഴേ ബ്രേക്ക് ആയിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ നല്ല രീതിയിൽ ഡിസ്പൈ, കാരണം 8 സൈസ് ഫ്രെയിമിന് മാത്രം ഒരു നല്ല എമൗണ്ട് വരുന്നുണ്ട്. കൊറിയർ ചാർജ് ആണെങ്കിലും 500 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കംപ്ലീറ്റ് ഇത് റീഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഫ്രെയിം വാങ്ങിയിട്ട് വർക്ക് വീണ്ടും ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് റീഫണ്ട് എന്തായാലും പോസിബിൾ അല്ല, കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെലവിൽ വന്നിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ പറഞ്ഞു റീഫണ്ട് വേണ്ട, ഒന്നുകൂടി വർക്ക് ചെയ്ത് തന്നാൽ മതി. അങ്ങനെ ഞാൻ കുത്തിരുന്ന് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് ഷിപ്പിംഗ് ആണ്. ഒരു പ്രാവശ്യം പണി കിട്ടിയോണ്ട് എന്നെ കൊറിയർ അയക്കാൻ എനിക്ക് ഭയങ്കര പേടിയായി. കുറെ നാളായിട്ട് ഞാനും അപ്പി സിസും കൂടി ഇടയ്ക്കിലൊക്കെ ഒന്ന് പോകാൻ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്ലാനിങ് മാത്രം ഉണ്ടാവുള്ളൂ, നടക്കലൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ ട്രിപ്പായിട്ട് നമുക്ക് കോഴിക്കോട് പോയായിരുന്നു. വാപ്പൻ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ കോഴിക്കോട്ട് കിട്ടും. സേഫ് ആയിട്ട് ഇപ്പൊ സാധനം കിട്ടുകയും ചെയ്യലോ. ഞങ്ങളുടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർക്ക് സാധനം കൊടുത്തു. സത്യം പറഞ്ഞാൽ കസ്റ്റമർ ആണോ അതോ നമ്മുടെ കുടുംബത്തിൽ അറിയില്ലാണോ എന്ന് എനിക്ക് ഡൗട്ടായി പോയി. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർക്ക്. നമ്മൾ കോഴിക്കോട്ടുകാർ മൊത്തം ഇത്രയും നല്ല സ്നേഹമുള്ള മനസ്സിനുടമകളാണോ എന്ന് ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോ. വാപ്പക്ക് എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവർ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരുകയും ചെയ്തു. ഞങ്ങളെ ബീച്ചിനോട് കൊണ്ടാക്കി തന്നത് മാത്രമല്ല, എനിക്ക് എക്സ്ട്രാ വന്ന ഫ്രെയിമിന്റെ ഷിപ്പിംഗിന്റെ ചാർജ് അടക്കം എനിക്ക് അവർ അയച്ചത്. ഞാൻ ചെയ്യുന്ന സംഭവത്തിൽ ഞാനും ഹാപ്പിയാണ്, എന്റെ കുട്ടിയും ഹാപ്പിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ പാഷൻ ആൻഡ് ഹാപ്പിനെസ്. പുതിയ വീഡിയോസിനായിട്ട് പേജിന് ഫോളോ ആക്കി സപ്പോർട്ട് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് വീഡിയോ.